കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഡൽഹിയിലോ മറ്റോ നല്ല ജോലിയിലായിരുന്നു. ഇവിടെ അങ്ങേരുടെ ഭാര്യയുണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇമ്മിഗ്രൻ്റായിട്ട് വരുന്നു. വരുമ്പോഴുണ്ട് ഭാര്യ ഇങ്ങേര് വരുന്നത് അറിഞ്ഞുകൊണ്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ന്യൂജേഴ്സിയിലോ മറ്റോ ഉള്ള ഒരാളുടെ കൂടെ പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആരോരുമില്ല, ഒന്നും പരിചയക്കാരില്ല. അപ്പോഴാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ അവർ വന്നാൽ പ്രാർത്ഥിച്ചാൽ എന്തും സാധിക്കുമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ എന്നോട് ചില അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യാം, അവരുടെ ഗ്രൂപ്പിൽ ചേർന്നാൽ തിരക്കേടില്ല എന്നൊരു അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ പോയി എന്ന് മാത്രം. പിന്നെ ഗ്രൂപ്പിൽ ചേരുന്നതൊക്കെ അത് പിന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് വേറൊരു വിഷയം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ, അപ്പോൾ ഞാനൊന്ന് ആലോചിക്കുകയാണ്, ഈ സ്ത്രീക്ക് ഇയാളെ വേണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇയാൾ വരുന്നത് തടയാമായിരുന്നു. ഇയാൾ വന്ന ശേഷം ഇവിടെ ആരോരുമില്ല. ഇത് കുറേ വർഷം മുമ്പത്തെ കാര്യമാണ്. ഇന്നാണെ കുറച്ചുകൂടെ നമ്മുടെ സമൂഹം കുറച്ചുകൂടി ആളുകളുള്ള സമയമാണ്. അന്ന് ഇത്രയും ആളുകളില്ല. എന്തായാലും പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമുണ്ടായോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾ അന്ന് പറഞ്ഞത്, ഈ എൻ്റെ ഭാര്യയല്ലേ, ഇനി പോയാൽ കൂടി തിരിച്ചു വന്നാൽ സ്വീകരിക്കുക എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. ആ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്തായാലും അതിനുശേഷം എന്തായെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങേരെ പിന്നെ ഗ്രീൻ കാർഡിലാണ് വന്നതെങ്കിൽ അങ്ങേർക്ക് ഒരു ഭാര്യ പോയാൽ വേറെയും ഭാര്യ കിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ ഭാര്യയോ ഭർത്താവോ ഒരു അത്യാവശ്യ കാര്യമല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇവിടെ കയ്യിൽ കാശാണ് പ്രധാനം. ഡോളർ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇതിപ്പോൾ ഞാൻ ആലോചിക്കാനുള്ളൊരു കാര്യം, ഇതുപോലെ ഒരു സംഭവം കൂടെ പറയട്ടെ. അതും പിന്നെ ഏതാനും വർഷം മുമ്പാണ്. ഒരു വ്യക്തി നാട്ടിൽ നിന്ന് അയാളുടെ ഭാര്യയുടെ ചേടത്തിയെയും കുടുംബത്തെയും അമേരിക്കയിൽ കൊണ്ടുവന്നു. വളരെ നല്ലൊരു കാര്യമല്ലേ. തീർച്ചയായിട്ടും ഇവർ തന്നെ ഫയൽ ചെയ്ത് അവർക്ക് വേണ്ടി പൈസയൊക്കെ മുടക്കി ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമതകളും അറിയില്ല. അങ്ങനെ വരുന്നവർക്ക് ഈ ഗ്രീൻ കാർഡിൻ്റെ വിലയും അറിയത്തില്ല. അവർ വിചാരിക്കുന്ന ഗ്രീൻ കാർഡൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ എന്ന്. നേരെ മറിച്ച് ഇവിടെ ലക്ഷക്കണക്കിന് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഈ H1 വിസയിൽ വന്നിട്ട് ഇങ്ങനെ ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈ PhDയും പിന്നെ മാസ്റ്റേഴ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും മറ്റും ഏറ്റവും ഉയർന്ന ബിരുദങ്ങളും യോഗ്യതകളും ഉള്ളവർ, പിന്നെ സ്റ്റാർട്ടപ്പുകളും മറ്റും പിന്നെ തുടങ്ങിയവരും ഒക്കെ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ വിസ നമ്പർ ഇല്ല. വിസ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഈ 9,600 പിന്നെ ഗ്രീൻ കാർഡ് മാത്രമേ ഒരു രാജ്യത്തിന് കൊടുക്കത്തുള്ളൂ. എത്ര വലിയ രാജ്യമാണെങ്കിലും എത്ര ചെറിയ രാജ്യമാണെങ്കിലും. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ഏതാണ്ട് 10 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നിൽക്കുന്നത്. ഈ 10 ലക്ഷത്തോളം ആളുകൾക്ക് പിന്നെ വർഷം 9,600 വെച്ച് കൊടുത്താൽ എത്രയാണ്, 100 150 ഒക്കെ വർഷം വേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇവർക്ക് മുഴുവൻ കൊടുത്തു തീരേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് വിഷമം പിടിച്ചൊരു കാര്യമാണ് ഗ്രീൻ കാർഡ്. പക്ഷേ ഇവിടെ ബന്ധുക്കൾ ഫയൽ ചെയ്ത് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അതേപ്പറ്റി അവർ വിചാരിക്കുന്നോ ഇത് വളരെ ഈസിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ വരുന്നവരും ഈ ബന്ധുക്കളും തമ്മിൽ പിണങ്ങും. ഇതാണ് നമ്മൾ നിത്യേന കണ്ടുവരുന്നൊരു കാര്യമാണ്. ഏതെങ്കിലും കാരണം പറഞ്ഞ് പിണങ്ങും. പക്ഷേ ഇവരെ കൊണ്ടുവന്നതിൻ്റെ ആ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു, ഒരു ഫാമിലിയെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ദിവസം ഈ കൊണ്ടുവന്നയാൾ അയാൾ ഭാര്യയുടെ ചേടത്തിയാണല്ലോ. അപ്പോൾ അവരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ നിങ്ങളുടെ ആ മകളെ കുറച്ച് നേരത്തേക്ക് എൻ്റെ മുറിയിലേക്ക് ഒന്ന് വിട്ടേരെ. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള അഥവാ വികാരങ്ങളുള്ള ആളുകൾ, അഥവാ ചിന്താഗതികളുള്ള ആളുകൾ പിന്നെ അമേരിക്കയിലുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാനാവില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ പലർക്കും പറയാനുണ്ടാവും. ഇതിപ്പം ഞാൻ ആലോചിക്കാനുള്ള പ്രധാന കാരണം, ഇന്ന് മനോരമയിൽ ബ്രിട്ടനിൽ ഈ മലയാളി സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരു ലേഖനം വന്നിരുന്നു. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുക, അല്ല ഭാര്യ ആദ്യം വരിക, പിന്നീട് ഭർത്താവ് വരിക. അപ്പോൾ ഭാര്യ ഇവിടെ വന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾ മാറിപ്പോകുന്നു. ഇവിടുത്തെ സ്വാതന്ത്ര്യം, പൈസ, കൂട്ടുകെട്ട് അതിലെല്ലാം വിട്ട് ആൾ മാറിപ്പോകുന്നു. അപ്പോഴത്തേക്കാണ് ഭർത്താവ് വരുന്നത്. അങ്ങനെ വരുന്ന ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അടിയായി പിടിയായി അങ്ങനെ വരുമ്പോഴത്തേക്ക് പോലീസ് ഇടപെടുകയായി. പിന്നെ കേസും പുക്കാറും ജയിലും. ഇവിടെ കേസൊക്കെ പെട്ട് കഴിഞ്ഞാൽ ബ്രിട്ടനിലാണേലും അമേരിക്കയിലാണേലും കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഊരി പോരാൻ പറ്റില്ല. അപ്പോൾ പലരും വിവാഹമോചിതരായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ഇവിടെ ജയിലിൽ പോകുന്നു. പിന്നെ പലരുടെയും ജീവിതങ്ങൾ പിന്നെ അനിശ്ചിതാവസ്ഥയിലാവുന്നു. ഇങ്ങനെയുള്ള വിഷമതകളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അമേരിക്കയിലെ സ്ഥിതി എന്താണ്? അമേരിക്കയിൽ വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം,
ഈ ഇന്ത്യയിൽ നിന്ന് അല്ലെ കേരളത്തിൽ നിന്ന് ഒന്നാം തലമുറ വരുന്നത് കുറഞ്ഞിരിക്കുന്നു, ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഈ വിസയിലോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിലോ ആളുകൾ ഇങ്ങോട്ട് വ്യാപകമായിട്ട് വരുന്നത് കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ഗ്രീൻ കാർഡിൽ ഫയൽ ചെയ്ത് വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. കാരണം ഈ അപ്പനു വേണ്ടി ഈ അപ്പനും മക്കൾക്കും വേണ്ടി, അതായത് ഈ ഇവിടെ അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി ഫയൽ ചെയ്താൽ കുറച്ചുകൂടി വേഗത്തിൽ കിട്ടും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ടി, അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്താൽ കുറച്ചുകൂടി വേഗത്തിൽ കിട്ടും. അല്ലാതെ ഈ സഹോദരർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന വിസ അത് കിട്ടാനായിട്ട് വർഷങ്ങൾ 15-20 വർഷമൊക്കെ കാത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ആളുകൾ വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഒന്നാം തലമുറ വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. പിന്നെ H1 വിസയിലാണ്, അത് വളരെ ചുരുക്കം പേരാണ്, കുറച്ച് പേരാണ് വരുന്നത്. അവർ വളരെ പ്രൊഫഷണലായിരിക്കും. അവർ ഇവിടുത്തെ സമൂഹമായിട്ട് അങ്ങനെ ഒത്തുചേരേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഉയർന്ന ശമ്പളത്തിലും ഒക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒന്നാം തലമുറയുടെ ഒരു അഭാവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ കുറവുണ്ട്. ബ്രിട്ടനിൽ നേരെ മറിച്ച് അങ്ങനെയല്ല. ഒന്നാം തലമുറ അങ്ങോട്ട് പോകുന്നു ആളുകൾ, പിന്നെ അങ്ങോട്ട് കുടിയേറ്റത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ള കരുതി അങ്ങോട്ട് പോകുന്നു, കിട്ടുന്ന ജോലിക്ക് പോകുന്നു. പിന്നീടാണ് ഈ കുടിയേറ്റ സാധ്യതകൾ, ഇമിഗ്രേഷന് അവിടെ സാധ്യതകളുണ്ടോ എന്ന് ആരായുന്നതും അവിടെ ഒന്നുകിൽ സ്ഥിരപ്പെടുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി തിരിച്ചു പോവുക, ആ രീതിയിലേക്ക് വരുന്നത്. നേരെ മറിച്ച് അങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ അത് അമേരിക്കയിൽ ഇപ്പോഴില്ല. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. പിന്നെ ഉള്ളത് രണ്ടാം തലമുറയാണ്. അപ്പോൾ ഈ ഒന്നാം തലമുറയിലുള്ളവർ ഭാര്യയെ തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവർ മിക്കവരുമൊക്കെ തന്നെ പ്രായമായിപ്പോയി. 65, 70, 80 ഒക്കെ വയസ്സ് കഴിഞ്ഞ് ആ പ്രായമെല്ലാം കഴിഞ്ഞു പോയവരാണ്. ഇങ്ങനെ ഈ ലൈംഗിക കാര്യങ്ങളിലൊക്കെ ഒക്കെ പിന്നോക്കം പോയൊരവസ്ഥ. എന്ന് മാത്രമല്ല, ഇന്നിപ്പം നമുക്കറിയാം ഇവിടെ പൈസ ഉള്ളവർക്ക് ഈ ലൈംഗിക അരാജകത്വം എന്നൊക്കെ പറയുന്ന അരാജകത്വമൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ സ്വതന്ത്രമായിട്ട് ജീവിക്കാവുന്നൊരു അവസ്ഥയാണ് അമേരിക്കയിലുള്ളത്. അതിനെ അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുകയും ആവാം. അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം. അപ്പോൾ ഈ ഒന്നാം തലമുറ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ രണ്ടാം തലമുറയുടെ പ്രശ്നം എന്താണ്? അപ്പോൾ രണ്ടാം തലമുറയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഇവിടെ വിവാഹം നടക്കുന്നതിൽ 10 വിവാഹം നടക്കുമ്പോൾ ഒരു 7 വിവാഹമോചനത്തിൽ കലാശിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൊരു ഡാറ്റയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും കയ്യിലില്ല, പക്ഷേ അങ്ങനെയാണ് കേൾക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ തലമുറയ്ക്ക് ഒത്തുപോകാനായിട്ട് മറ്റുള്ള ഈ ഒരു വിവാഹബന്ധവും പരസ്പരം ഒത്തുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് മാത്രമല്ല, രണ്ടു കൂട്ടർക്കും ശമ്പളമുണ്ട്, സാമ്പത്തികമുണ്ട്, ആരുടെയും ആധിപത്യത്തിലോ അടിമത്തത്തിലോ ഒന്നും കഴിയാനുള്ള താല്പര്യമില്ലാഴിക. അപ്പോൾ ആ ബന്ധത്തോടുള്ള ഒരു അവേർഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വിവാഹമോചനത്തിൽ കലാശിക്കുന്ന അടിപിടിയൊന്നും ഉണ്ടാവുന്നില്ല. അടിപിടിയൊക്കെ ഉണ്ടായാൽ പിന്നെ അത് കോടതിയും കേസും ഒക്കെ ആയി അകത്തായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് രണ്ടാം തലമുറ അങ്ങനെ അടിപിടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, ഇഷ്ടമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്നുള്ളതിൽ ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു പങ്ക്. അടിയും പിടിയും അല്ല വയലൻസിനോടുള്ള താല്പര്യമുള്ളവർ വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. പിന്നെ ഉള്ള ഒരു വിഭാഗമാണ് ഈ പിന്നെയുള്ള ഈ രണ്ടാം തലമുറയിൽ നല്ലൊരു വിഭാഗം ആളുകളുടെ പ്രശ്നമാണ്, അവരാരും വിവാഹം കഴിക്കുന്നില്ല. പുരുഷനായാലും സ്ത്രീയായാലും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കുന്നില്ല, അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഉള്ളതുകൊണ്ടല്ല, സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, എന്നാലും വിവാഹത്തോട് താല്പര്യമില്ല. അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊരു വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നവർ തന്നെ വളരെ ചുരുക്കമാണ്. കാരണം അത് എങ്ങനെ വന്നാലും ഇവിടെ വന്നാൽ അത് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയാണ്. നാട്ടിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സ്ത്രീ നാട്ടിൽ നിന്നൊരു പുരുഷനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ മിക്കവാറും അത് തീരെ പൊരുത്തപ്പെടുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം നാട്ടിൽ നിന്ന് വരുന്ന പുരുഷൻ രാവിലെ ഭാര്യ കുളിച്ചൊരുങ്ങി അല്ലേ തുളസിക്കതിരുമൊക്കെ ചൂടി ഒരു കട്ടൻ കാപ്പി എടുത്ത് ചേട്ടാ വരൂ ചായ കുടിക്കുമെന്നൊക്കെ പറയുമെന്ന് ആ സങ്കല്പത്തിലാണ് വരുന്നത്. ഇവിടെ വരുമ്പോഴെന്താ, രാവിലെ ചായ കുടിക്കണമെങ്കിൽ വേണേ വെക്കണം, തന്നെ വെക്കണം, പിന്നെ വേണമെങ്കിൽ ഭാര്യയ്ക്ക് കൂടി ഒന്ന് കൊടുക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. രണ്ടുപേരും ആ തുല്യ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്. നേരെ മറിച്ച് ഇവിടുത്തെ പുരുഷന്മാർ നാട്ടിൽ നിന്നുള്ളൊരു വനിതയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ അത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പിന്നെ അത് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു കൾച്ചർ ഷോക്ക് എന്തായാലും ഉണ്ട്. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ, ഈ പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എങ്ങനെയായാലും ഉണ്ടാവും. പിന്നെ ഇതെല്ലാം മനസ്സിൻ്റെ കാര്യമാണ്, സ്വഭാവത്തിൻ്റെ കാര്യമാണ് എന്നുള്ളത് ഞാൻ മറക്കുന്നുമില്ല. നല്ല സ്വഭാവവും നല്ല മനസ്സുമുള്ള ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. അപ്പം മിക്കവാറും ഈ യുവതലമുറയിൽ
പെട്ട നല്ലൊരു വിഭാഗം വിവാഹം കഴിക്കുന്നില്ല. അപ്പം നമ്മളൊക്കെ കാരണവന്മാർ ആഗ്രഹിക്കുന്നത് ഇവർ വിവാഹം കഴിക്കണം, ഇവർക്കൊരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളോട് സംസാരിക്കുന്നതും ആണുങ്ങൾ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതുമൊക്കെ ഒരു മോശപ്പെട്ട കണ്ണുകളോട് കാണുന്ന ഒരവസ്ഥ ഇപ്പോഴ് അത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അതല്ല, അവരങ്ങനെ സംസാരിക്കണം. അവരൊക്കെ ഒരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടോ ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല. അവർ നമ്മുടെ വീട്ടിൽ വരുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല. പിന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരികയോ താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ മലയാളി സമൂഹം, അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അത്ര ഒരു പുരോഗമന ചിന്താഗതി നമ്മൾ കൈവരിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ ആ ഇടുങ്ങിയ മാനസികാവസ്ഥ, കേരളത്തിൻ്റെ ആ ചിന്താഗതി ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ കൂടി പിള്ളേർ അവരുടെ ഉത്തരവാദിത്വം, അതായത് വിവാഹം കഴിക്കുക, കുടുംബജീവിതം ഉണ്ടാകുക, കുടുംബം പോറ്റുക, അല്ലെ കുടുംബം നിലനിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ താല്പര്യം കാണിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിപിടി കുറയാനുള്ള കാര്യം ഒന്നാം തലമുറ വയസ്സരായിപ്പോയി. അവർക്ക് അടിക്കാനും പിടിക്കാനുമുള്ള കഴിവുകളില്ല. രണ്ടാം തലമുറയ്ക്ക് ഇതിൽ താല്പര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ. എന്ന് മാത്രമല്ല അവർ ഈ മര്യാദയ്ക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ മിക്കവരും താല്പര്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല അവർ ആ സ്ട്രെയിറ്റ് ഫോർവേഡ് മര്യാദയുള്ള മനുഷ്യരാണ്. നേരെ പോകുന്നു ചിന്തിക്കുന്ന ആളുകളാണ്. രണ്ടാം തലമുറ കള്ളത്തരം അവരുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് അവർ ഇഷ്ടമില്ലെങ്കിൽ പിണങ്ങുക, പിരിയുക, ആ രീതിയിലേക്ക് പോകുന്നത്. എന്ന് കരുതി നമ്മൾ ഭാര്യയെ കാറ് കയറ്റി കൊല്ലുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പള്ളിയിൽ വന്ന് വെടിവെച്ച് കൊല്ലുന്ന സംഭവം അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവയൊക്കെ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. നമ്മുടെ ഇടയിൽ ഈ UK-യിലും മറ്റുള്ള ആ ഒരു സാമൂഹ്യ പ്രശ്നമല്ല ഇവിടെയുള്ളത്. ഇവിടെ വ്യത്യസ്തമായ ചിന്താഗതികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ. ഒട്ടേറെ നല്ല കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ സമൂഹത്തിന്. ഈ മറ്റ് രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ സമൂഹവുമായിട്ടൊക്കെ ഒരു കമ്പാരിസൺ നടത്താവുന്നതേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളും വിഷമതകളും വ്യത്യസ്തവുമാണ്, കുറവുമാണ് എന്ന് തന്നെ തോന്നിപ്പോകുന്നു. എൻ്റെ പ്രധാന കാരണം നമ്മുടെ മികവ് കൊണ്ടല്ല, നമ്മുടെ ഒന്നാം തലമുറ ഇവിടെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്.